ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ബൈലാറ്ററൽ ടോക്സ് എന്ന് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ എയർഫോഴ്സ് ഫ്രാൻസിൽ നിന്നും 114 റഫേൽ എയർക്രാഫ്റ്റ് വാങ്ങാൻ പോവുകയാണ്. മനസ്സിലാക്കുക, നമ്മുടെ കയ്യിൽ ഏകദേശം 40ഓളം റഫേൽ എയർക്രാഫ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടില്ല. അതിനിടയ്ക്കാണ് ഇൻഡോ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളായിട്ടാണെങ്കിലും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഈ എയർഫോഴ്സുമായിട്ടോ ആർമിയുമായിട്ട് പല ചലഞ്ചുകൾ, സ്ട്രാറ്റജിക്കൽ ചലഞ്ചുകൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ്, അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇൻ പ്രിൻസിപ്പൽ അംഗീകരിച്ചു. അതായത് നമ്മൾ ഏകദേശം 3.25 ലാക്സ് ക്രോസ്, അതായത് ഹ്യൂജ് എമൗണ്ട് ആണ്, ഏകദേശം $40 ബില്യൺ ആണ്. അത്രയും എമൗണ്ട് മുടക്കിയിട്ട് നമ്മൾ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് സൂപ്പർസോണിക് ആയിട്ടുള്ള ഫ്രാൻസ് പറയുന്ന അവരുടെ ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള റഫേൽ എയർക്രാഫ്റ്റ് നമ്മൾ ബേസ് എയർക്രാഫ്റ്റ് ആയിട്ട് പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിൽ ഇൻഡക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അത് വാങ്ങാൻ പോവുകയാണ്. ഏകദേശം ഇത് 114 ഇന്ത്യക്ക് കൊടുക്കുന്നതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം 8 മുതൽ 10 വർഷത്തിനുള്ളിലാണ്. അത് ജോയിന്റ് വെഞ്ചറായിട്ട് ഇന്ത്യയിലാണ്, ഹൈദരാബാദിലാണ് അവരത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞതും മറ്റു പല ആൾക്കാരും പറഞ്ഞതും ഒക്കെ നിങ്ങൾ തലയിൽ വെക്കും. ഒരു കാര്യമായിട്ട് കൃത്യമായിട്ട് ഫ്രഞ്ച് ഗവൺമെന്റ് നേരത്തെ തന്നിരുന്ന ഒരു ഓഫറിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറിയിട്ടുണ്ട്. അതായത് അവർ നമ്മൾക്ക് സോഴ്സ് കോഡ് തരത്തില്ല. അതായത് സോഴ്സ് കോഡ് തരുന്നില്ല എങ്കിൽ ഒരു കാര്യം കൃത്യമാണ്, പിന്നെ നമ്മൾ മറ്റുള്ള യുദ്ധ ഉപകരണങ്ങൾ, അതായത് നമ്മുടേതായിട്ടുള്ള യുദ്ധ ഉപകരണങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ എയർക്രാഫ്റ്റ് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ചില സീനിയർ ആയിട്ടുള്ള സ്ട്രാറ്റജിക് എയർഫോഴ്സിൻ്റെ പഴയ ഓഫീസേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഫൈറ്റർ എയർക്രാഫ്റ്റ് നേരത്തെ ഫ്ലൈ ചെയ്തവർ ഫ്രാൻസിൻ്റെ തന്നെ മിറാഷ് ആണെങ്കിലും അതേപോലെ തന്നെ ജഗ്വാർ നേരത്തെ ബ്രിട്ടൻ്റെ ആയിരുന്നു, പിന്നീട് അത് ഡസോൾട്ട് ഏവിയേഷൻ ഫ്രഞ്ച് കമ്പനി അത് വാങ്ങുകയായിരുന്നു. അതൊക്കെ ഫ്ലൈ ചെയ്തവരുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ഈ സോഴ്സ് കോഡ് തന്നില്ല എങ്കിൽ, അതായത് ഇന്ത്യയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ വെപ്പൺസ് അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് അത് ഈ ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് പിടികിട്ടുന്നത് എന്താണ് ഈ സോഴ്സ് കോഡ് എന്നുള്ള യഥാർത്ഥ സംഭവം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അമേരിക്കയുടെ F-35 എന്ന് പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റ് 5th ജനറേഷന്, അത് ഇന്ന് ലോകത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് F-35. അത് ഫ്ലൈയിങ് സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അത് തിരുവനന്തപുരത്ത് ബ്രിട്ടൻ്റെ, അതായത് ഒരു പടക്കപ്പൽ, ഒരു ഫൈറ്റർ കാരിയർ, അതായത് പോയ സമയത്ത് ഇത് അവരുടെ എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് ഫ്ലൈ ചെയ്തു. ആ സമയത്ത് അതിൻ്റെ നാവിഗേറ്റേഴ്സ് അത് തിരുവനന്തപുരം ആ ഭാഗത്തായിരുന്നു, അവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ആ എയർക്രാഫ്റ്റ് അവിടെ ഏകദേശം 25-30 ദിവസം എങ്ങാണ്ടാണ് ആ എയർക്രാഫ്റ്റ് അവിടെ കിടന്നത്. പെട്ടെന്ന് ഈ പറയുന്ന ഈ വിമാനവാഹിനി അതിൻ്റെ അകത്തുള്ള എഞ്ചിനീയേഴ്സ് വരുന്നു. അതിനുശേഷം ലണ്ടനിൽ നിന്നും ഈ ഫൈറ്ററിൻ്റെ എക്കോസിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ള അതിനെ സർവീസ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ട്രിവാൻഡ്രത്ത് വരുന്നു. എന്നിട്ട് സംഭവം നടക്കുന്നില്ല. പിന്നീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ആ സമയത്തൊന്നും ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് റൺവേയുടെ സൈഡിലോട്ട് മാറ്റിയിട്ടേക്കുവാണ്. അതവർ എയർക്രാഫ്റ്റ് ഇട്ടിരിക്കുന്ന ആങ്കറിലോട്ട് പോലും മാറ്റാൻ അത് സമ്മതിച്ചില്ല. ഫൈനലി അമേരിക്കയിൽ നിന്നും F-35 ലോക്ഹീഡ് മാർട്ടിൻ്റെ സീനിയർ എഞ്ചിനീയേഴ്സ് വരികയാണ്. അവർ വന്നിട്ട് ഇതിൻ്റെ സോഴ്സ് കോഡ് ഉപയോഗിച്ച് ഈ ഫൈറ്റർ ഓപ്പൺ ചെയ്തു. എന്നിട്ടാണ് അത് റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട്
വീണ്ടും ഇത് ഫ്ലൈ ചെയ്തു പോയത്. അതാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സോഴ്സ് കോഡ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അവരുടെ ഫൈറ്ററുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. F-16 ആണെങ്കിലും F-35 ആണെങ്കിലും വേറൊരു രാജ്യത്തിനും ഒരു കൊടുത്തിട്ടില്ല. റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യക്ക് ഈ പറയുന്ന സുക്കോയി ആണെങ്കിലും MiG-29 ആണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന MiG-21 ആണെങ്കിലും അവർ നമുക്ക് ഇതിന്റെ സോഴ്സ് കോഡ് തന്നിരുന്നു. ഫ്രാൻസ് ഇന്ന് വരെ, അതായത് മിറാഷ് 2000 ആണെങ്കിലും അതേപോലെ തന്നെ ജഗ്വാർ ആണെങ്കിലും അവരിപ്പോൾ തരുന്ന റഫേൽ ആണെങ്കിലും അതിൻ്റെ ഒന്നും അവർ സോഴ്സ് കോഡ് നമ്മൾക്ക് തരില്ല. തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സാധനം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ കോപ്പി ക്യാറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതൊന്ന്. രണ്ടാമെന്ന് പറയാൻ, നിങ്ങൾ ഈ എയർക്രാഫ്റ്റിന്റെ ബിസിനസ് മനസ്സിലാക്കേണ്ടത് ആദ്യം ഒരു ഹ്യൂജ് ക്യാപിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് 3.25 lakhs ക്രോസ്, 40 ബില്യൺ. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. എയർ ടു എയർ ഉണ്ട്, എയർ ടു സർഫേസ് ഉണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ പഴയ എയർക്രാഫ്റ്റ് പോലെ അല്ല ഈ പറയുന്ന റഫേൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ജനറേറ്റഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റം, ഡിജിറ്റൽ എക്കോസിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് മേടിച്ചാൽ അതിൻ്റെ ഒരു കമാൻഡ് സിസ്റ്റം ഉണ്ട്. ആ കമാൻഡ് സിസ്റ്റത്തിനകത്ത് ഡിജിറ്റൽ എക്കോസിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ റഫേലുമായി അതിനെപ്പറ്റി പറയുന്നൊരു പല ഡിഫൻസ് വീക്കിലിക്ക് അത് എഴുതിയിരിക്കുന്നത്, അത് പഠിച്ചെടുക്കാനോ അത് ശരിയാക്കിയെടുക്കാനോ ഒക്കെ, അതായത് തറവിലി മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം 10 വർഷം എടുക്കും. അതായത് ചെറിയ കാലയളവിൽ. അതിനിടയ്ക്ക് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന കോൺഫ്ലിക്റ്റിലോട്ട് പോകേണ്ടി വന്നത്. അപ്പം ഈ പറയുന്ന എക്സ്പേർട്ടുകൾ പറയുന്ന ആ സമയത്തൊന്നും ഇന്ത്യക്ക്, അതായത് ഇന്ത്യൻ എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്നീഷ്യൻസിന് ഈ പറയുന്ന റഫേലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡിജിറ്റൽ എക്കോസിസ്റ്റത്തെ പറ്റി വലിയ ധാരണയില്ല. ഇതായിട്ട് കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പൊ അതിനകത്ത് നമ്മൾ നേരത്തെ കൊണ്ടായിരുന്ന ഫീഡും മെറ്റൽസും ഈ സംഭവങ്ങൾ, ഇപ്പൊ റഡാറൊക്കെ നോക്കിയുള്ള സംഭവമായിരുന്നു. അതായത് എല്ലാം മാനുവലായിട്ടാണ് പൈലറ്റുമാർ, നാവിഗേറ്റേഴ്സും പൈലറ്റുമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ അകത്ത് വാർഫെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവനും എയർ വാർഫെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് കംപ്ലീറ്റ് ഡിജിറ്റലിയാണ്. അതായത് ഉപയോഗിച്ചുള്ള റഡാറാണ് ശത്രുവിൻ്റെ വിമാനം. അതേപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു പോയിന്റിലോട്ട് കിടക്കാം. അതായത് ഈ പറയുന്ന റഫേലിനകത്ത് അതിനകത്ത് വെച്ചിരിക്കുന്ന ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് ശത്രുവിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ മിസൈലുകൾ ജാം ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ട് പറയുന്നത് ഏറ്റവും വലിയ സംഭവമാണ്. അതായത് റഫേലിൻ്റെ ഏറ്റവും വലിയ സംഭവമായിട്ട് അവർ പറയുന്നത് ശത്രു വിമാനം നമ്മുടെ മുമ്പിൽ വരുന്നു. അതായത് എയർ എൻഗേജ്മെൻറ്റ്, അതായത് ഏരിയൽ എൻഗേജ്മെൻറ്റ് എന്നതിന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധു കോൺഫ്ലിക്റ്റിൽ ഏരിയൽ എൻഗേജ്മെൻറ്റ് ഉണ്ടായി. നമ്മുടെ ഭാഗത്തുനിന്ന് ഏകദേശം 70 എയർക്രാഫ്റ്റ്, അവരുടെ ഭാഗത്ത് 40ഓളം എയർക്രാഫ്റ്റ് ഉണ്ട് എന്നാണ് വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതിനകത്ത് ഈ പ്രധാനമായിട്ടും പറയുന്നത് എയർ ടു എയർ മിസൈലും അതേപോലെ തന്നെ ഈ പറയുന്ന റഫേലിനകത്തുള്ള ഈ ശത്രുവിന്റെ വിമാനത്തിന്റെ, യുദ്ധവിമാനത്തിന്റെ മിസൈലുകൾ ജാമർ ചെയ്യാൻ വേണ്ടി റഫേലിന്റെ ജാമറിന് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അത് നടന്നോ ഇല്ലയോ അതിനെപ്പറ്റി നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത്. കാരണം പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റാണ്. പിന്നീട് എന്ത് സംഭവിച്ചു അതിനെപ്പറ്റി നിങ്ങൾക്കറിയാം. ഇതിനെപ്പറ്റി ഒന്നും ഞാൻ ഫർദർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ പ്രോക്സിയാണ്. ഈ ചൈനയ്ക്ക് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അവർ ട്രയലല്ല, അത് ശക്തമായിട്ട് അവരുടെ പല പരീക്ഷണങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന 5th ജനറേഷൻ, ഇത് പറഞ്ഞത് 4.5 ജനറേഷനാണ്. ഇപ്പോൾ ഏകദേശം 1 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ജപ്പാനും ബ്രിട്ടനുമായിട്ട് അവർ 6th ജനറേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം അമേരിക്ക 1-2 വർഷം കഴിഞ്ഞ് അവർ 6th ജനറേഷനിലോട്ട് പോവുകയാണ്. ഈ പറയുന്ന ചൈനയ്ക്കാണെങ്കിൽ അവർ 5th കഴിഞ്ഞ് അവർ 6th ജനറേഷനിലോട്ട് പോകാൻ പോവുകയാണ്. ഇതാണ് ഗ്ലോബലായിട്ടുള്ള ഇതിൻ്റെ കണ്ടീഷൻ. അപ്പം നമ്മൾ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ, അതായത് ഡിഫൻസിൻ്റെ സെക്രട്ടറി പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്.
അതായത് നമ്മളിത് ആലോചിക്കേണ്ട സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങുന്നു, അതായത് ഒരു പുതിയ കാറ് വാങ്ങുന്നു. ഈ കാറ് വാങ്ങിയ ശേഷം നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ, നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ചില സാധനങ്ങൾ, അവരുടെ സാധനങ്ങൾ ഊരി മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ, ഞാൻ പറയുന്നത് മെക്കാനിക്കൽ പാർട്ടാണ് ഈ പറയുന്നത്. അതായത് ഈ ബമ്പറും ഗിമ്പറും വെക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ ക്രൂഷ്യലായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഏച്ചു വെച്ചാൽ മുളച്ചിരിക്കും, ഇത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് ഈ പറയുന്ന കാർഗിൽ വാറിൻ്റെ അകത്തും നമുക്ക് അറിയാവുന്ന സംഭവമാണ്. പിന്നീട് ആ സമയത്ത് നമ്മളെ സഹായിച്ചത് ഇസ്രായേലി ഡിഫൻസ് സയന്റിസ്റ്റുകളാണ്. ഈ പറയുന്ന മിറാഷ് 2000-ൻ്റെ അകത്ത് ഇന്ത്യയുടെ മിസൈൽ അവർ ജുഗാഡ് രീതിയിൽ ഇങ്ങനെയൊക്കെ ഏറ്റുകെട്ടി മുഴച്ച് ആ സന്ദർഭത്തിൽ ആവശ്യമായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ കാർഗിലിൽ ബോംബ് ചെയ്യുന്നത്, അതായത് ലോവർ ഹൈറ്റിൽ ബോംബ് ചെയ്യുന്നത്. ഇതേപോലെ ഇവർ ഈ പറയുന്ന പോലെ, അതായത് ഈ ഇന്ത്യയായിട്ട് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോഴ്സ് കോഡ് തരാതെയുള്ള ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഈ ഫ്രാൻസിൽ നിന്നും അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ, ഇഞ്ചിന്, സാധനങ്ങളും എല്ലാം ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അത് ഇന്ത്യയിൽ അസംബിൾ ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സ് കോഡും മറ്റുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നും അവർ നമുക്ക് കൈവെക്കാൻ തരത്തില്ല. അതേപോലെ നിങ്ങൾ കേട്ടുകയാണ് സാഫ്രോൺ പറഞ്ഞുകൊണ്ടുള്ള ഫ്രാൻസിൻ്റെ, അതായത് എയർക്രാഫ്റ്റ് എഞ്ചിൻ, അവർ ഇന്ത്യയിൽ ജോയിന്റ് വെഞ്ചറായിട്ട് നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള തേജസ് 1-നും തേജസ് 2-നും അവർ നിർമ്മിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെയും പ്രശ്നം ഇത് തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം അവിടുന്ന് കൊണ്ടുവരും, ഇവിടെ വന്നത് ഫിറ്റ് ചെയ്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുറുക്കി ഈ സാധനം തരും എന്നല്ലാതെ അവരിവിടെ കൊണ്ടുവന്ന്, അതായത് പൂർണ്ണമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഫ്രാൻസ് സമ്മതിച്ചിട്ടൊന്നുമില്ല. അവർ ഈ പറയുന്നത് മുഴുവൻ ജനങ്ങളുടെ മുമ്പേ, പബ്ലിക്കിൻ്റെ മുമ്പേയും പറയുന്ന കാര്യമാണ്. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, എന്നോട് ഇതിനെപ്പറ്റി, റഫേലിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക്, അതായത് MiG-21 റിട്ടയറായി, സുക്കോയ് 30 നമുക്ക് ഏജ്ഡായി, അതായത് ഇത്ര വർഷത്തേക്കുള്ള, പിന്നെ അത് നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഒക്കെ വളരെ ഷോർട്ടേജ് ഉണ്ട്. അതിൻ്റെ പേരിലാണ് പുടിൻ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിക്വസ്റ്റ് ചെയ്തത് ഈ സ്പെയർ പാർട്സിൻ്റെ കാര്യം കിട്ടുന്നില്ല. ഏകദേശം 10-20 എയർക്രാഫ്റ്റുകൾ സുഖമായിട്ട് ഫ്ലൈ ചെയ്യുന്നില്ല ഈ പറയുന്ന സ്പെയർ പാർട്സ് ഇല്ലാഞ്ഞിട്ട്. അതേപോലെ തന്നെ MiG-29 അത് ഏകദേശം ഏജ്ഡായി. പിന്നെയുള്ളത് മിറാഷ് 2000 ആണ് നമ്മുടെ വേറൊന്നോ എയർക്രാഫ്റ്റ്, അത് ഏജ്ഡായി. ഈ പറയുന്ന ഡസോൾട്ട് ഏവിയേഷൻ, അവർ ഫ്രഞ്ച് കമ്പനി ഇതിൻ്റെ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്നില്ല. അപ്പോഴെന്താണ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത്? ഖത്തറിൽ നിന്നും അവരുടെ ഏകദേശം 10ഓളം മിറാഷ് 2000 എയർക്രാഫ്റ്റ് അവർക്ക് ഇന്ത്യക്ക് വിൽക്കാൻ അവർ തയ്യാറായി. അതേപോലെ തന്നെ 10ഓളം ഒമാൻ ഉപയോഗിക്കുന്ന മിറാഷ് 2000 ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറായി. കാരണം ഇന്ത്യ അത് ചോദിച്ച് വാങ്ങുമായിരുന്നു, പഴയ സാധനം അവർക്ക് വേണ്ട. എന്തിനാ ഇന്ത്യ ചോദിച്ച് വാങ്ങിയത് എയർക്രാഫ്റ്റ്? ഇവിടെ കൊണ്ടുവന്ന് ഫ്ലൈ ചെയ്യാനല്ല, ഇതിനകത്ത് ഉപയോഗിക്കാനുള്ള സ്പെയർ പാർട്സ് ഇന്ത്യയുടെ ഇല്ല. ഈ ഉണ്ടാക്കുന്ന ഫ്രഞ്ച് കമ്പനി അത് ഉണ്ടാക്കുന്നില്ല. ഇതതിൻ്റെ കാര്യം. അപ്പം ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ 2 രാജ്യങ്ങളിൽ നിന്നും മിറാഷ് 2000 എയർക്രാഫ്റ്റ് വാങ്ങുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സീസൺ കഴിഞ്ഞാൽ എയർക്രാഫ്റ്റുകൾ പിന്നെ മാർക്കറ്റിൽ വിൽക്കാതായി കഴിഞ്ഞാൽ ഈ ഡസോൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി അവർ പിന്നെ ഇതങ്ങ് ഓബ്സിലീറ്റായി, പിന്നെ അവർ ഈ സാധനങ്ങൾ ഉണ്ടാക്കത്തില്ല. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കാനും പറ്റത്തില്ല. ഈ പഴയ എയർക്രാഫ്റ്റ് വാങ്ങിയിട്ട് ആ എയർക്രാഫ്റ്റിൻ്റെ സ്പെയർ പാർട്സ് എടുത്തിട്ട് ഇവിടെ ഉപയോഗിക്കണം. ഇതാണ് ഈ ഫ്രഞ്ച് എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഒരു എയർക്രാഫ്റ്റ് ഒരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കണം പല രാജ്യങ്ങളിൽ നിന്നും. അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സ്പെയർ പാർട്സും മറ്റുള്ള സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കൂ. അല്ലെങ്കിൽ അവർ ആ ഒരു സെഷൻ അങ്ങ് നിർത്തും, ആ സംഭവം ഓബ്സലീറ്റ് ആക്കി കളയും. ഈ റഫേലിന് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ റഫേലും മേടിച്ചു, ഏകദേശം 8-9 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങൾ മുഴുവൻ ഡെലിവറി ചെയ്യും. ഒരു 20 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ഫ്രാൻസ് തന്നെ ഇതങ്ങ് ഓബ്സലീറ്റ്, കാരണം അവർ സോഴ്സ് കോഡ് തരത്തില്ല. അപ്പോൾ സോഴ്സ് കോഡ് വന്നു കഴിഞ്ഞാൽ ഈ സ്പെയർ പാർട്സൊക്കെ ഇവിടെ ഉണ്ടാക്കാം, ഇന്ത്യയിൽ ഉണ്ടാക്കാം, ഈ തരത്തുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സാധനം, ഈ പറയുന്ന ഫ്രഞ്ച് അവർ പുതിയ എയർക്രാഫ്റ്റിലോട്ട് പോവുകയും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ടൈപ്പ് ആകുമ്പോഴും വീണ്ടും നമ്മൾ എവിടൊക്കെയാണ് ഈ റഫേൽ എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് വിറ്റിരിക്കുന്നത്, എവിടൊക്കെയാണ് വിൽക്കാനുള്ളത്, അവരുടെ ഈ പഴയ സാധനം മേടിച്ച് ഇതിനകത്ത് വിറ്റ് ചെയ്യണം.
ഇതാണ് ഏറ്റവും വലിയ ഗതികേട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഫ്രാൻസിനെ ചില കാര്യങ്ങളിൽ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. പഴയ ഫ്രാൻസ് ഒന്നും അല്ല ഇപ്പോഴത്തെ ഫ്രാൻസ്. ടെക്നോളജി വൈസ് ഒന്നും ഇന്ത്യയുടെ മുകളിലൊന്നും ഫ്രാൻസ് എത്തിയിട്ടില്ല. അതായത് AI ആണെങ്കിലും മറ്റുള്ള പലതിലാണെങ്കിലും. പക്ഷേ അവരുടെ ആ ചില കമ്പനികൾക്ക് ഏവിയേഷൻ ഫീൽഡിൽ വളരെ വെൽ അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഫ്രഞ്ച് എന്ന് പറയുന്ന ഏവിയേഷൻ, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒന്നും അമേരിക്കയുടെയും ചൈനയുടെയും അതേപോലെ ജർമ്മൻ്റെയും യൂറോ ഫൈറ്ററിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്ക് ഈ കമ്പാരിറ്റീവ്ലി വില കുറച്ചാണ് ഇവർ തരുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു ഇക്കോസിസ്റ്റത്തിന് വേണ്ടി, അതായത് റഫേലിൻ്റെ ആണെങ്കിലും അതേപോലെ മിറാജിൻ്റെ ആണെങ്കിലും ജഗ്വാറിൻ്റെ ആണെങ്കിലും ഹ്യൂജ് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് റഫേലിന് വേണ്ടി ഹ്യൂജ് എക്കോസിസ്റ്റം, ഒരു കമാൻഡ് സിസ്റ്റമാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സിസ്റ്റം നമ്മൾ മാറ്റിയിട്ട് മറ്റൊരു സിസ്റ്റത്തിലോട്ട് വരുവാണെങ്കിൽ പിന്നെ നമുക്കത് ഹ്യൂജ് മണിയാകും. അതായത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റഫേലിന് കൈ കൊടുത്തിരിക്കുന്നത്. ഇത്ര എയർക്രാഫ്റ്റ് വാങ്ങിയിട്ട് ഈ പറയുന്ന MiG-21 റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് എയർക്രാഫ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം, അതായത് ഇമാനുവൽ മാക്രോൺ ആണെങ്കിൽ അവർ ആദ്യം പറഞ്ഞ് അതിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്മാറി സോഴ്സ് കോഡ് തരുന്നില്ല, ബാക്കിയെല്ലാം അവർ ഈ സാധനങ്ങൾ കച്ചവടം ചെയ്യണം എന്ന് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ഇതൊക്കെയാണ് ഈ ഡീലുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാൻ.